ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീലേൺ. UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ 20ാമത്തെ വീഡിയോ ആണ്. നമ്മളിന്ന് നോക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റി ആൻഡ് ഗവർണൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ സോവേണിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റിഗ്രിറ്റി ഓഫ് ഇന്ത്യ ഈസ് എ പ്രൊവിഷൻ മെയ്ഡ് ഇൻ. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരവും കൂടാതെ യൂണിറ്റിയും ഇൻറ്റിഗ്രിറ്റിയും എല്ലാം ഉയർത്തിപ്പിടിക്കണമെന്ന് നമ്മുടെ ഭരണഘടനയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് എവിടെയെന്നാണ് ചുരുക്കത്തിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ പ്രിയാമബിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലാണെന്നാണ് നമ്മളുടെ അടുത്ത് ഒന്നാമതായിട്ട് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസിയിലാണെന്നാണ്, അതായത് നമ്മുടെ നിർദ്ദേശക തത്വങ്ങളിലാണെന്നാണ് നമ്മളോട് രണ്ടാമതായി പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിലാണെന്നാണ്, മൗലിക അവകാശങ്ങളിലാണെന്നാണ് നമ്മളുടെ അടുത്ത് മൂന്നാമതായിട്ട് പറയുന്നത്. നാലാമതായിട്ട് പറയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലാണെന്നാണ്, നമ്മുടെ മൗലിക കർത്തവ്യങ്ങളിലാണെന്നാണ് നമ്മളുടെ അടുത്ത് നാലാമതായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിലേതിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സോവേണിറ്റിയും യൂണിറ്റിയും ഇൻറ്റഗ്രിറ്റിയും എല്ലാം അപ്ഹോൾഡ് ചെയ്യണമെന്ന് ഭരണഘടന നമ്മളോട് പറയുന്നത്? നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ നിങ്ങൾക്ക് മൗലികമായിട്ടുള്ള അവകാശങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് മൗലികമായിട്ട് നിങ്ങൾ ഈ സൊസൈറ്റിയോടും അതുപോലെ എൻ്റെ രാജ്യത്തോടും നിങ്ങൾക്ക് കുറച്ച് കർത്തവ്യങ്ങളും കൂടി ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുവാനായി സൊരൻ സിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മുടെ ഭരണഘടനയോട് ചേർക്കപ്പെടുന്നത്. അതിനുശേഷം പിന്നീട് 86ാം ഭരണഘടനാ ഭേദഗതി വരുന്ന സമയത്ത് 2002 ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി കൂടെ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഭരണഘടനയിലേക്ക് ചേർക്കപ്പെട്ട ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലാണ് നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ സോവേണിറ്റിയും യൂണിറ്റിയും ഇൻറ്റഗ്രിറ്റിയും എല്ലാം അപ്ഹോൾഡ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. അപ്പം നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് നമ്മുടെ ഉത്തരം. അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം അത്യാവശ്യം വളരെ ഈസി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: ദ ഐഡിയ ഓഫ് വെൽഫെയർ സ്റ്റേറ്റ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എൻഷേർഡ് ഇൻ. അതായത് നമ്മുടെ ഭരണഘടനയിൽ വെൽഫെയർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ക്ഷേമരാഷ്ട്രം എന്നുള്ള ആശയം എവിടെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പം ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കറിയാം, വെൽഫെയർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ക്ഷേമരാഷ്ട്രം എവിടെ കണ്ടു കഴിഞ്ഞാലും അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഓപ്ഷൻസിലേക്ക് പോകാം. നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ നമ്മുടെ പ്രിയാമബിൾ ആണെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി ആണെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണെന്നാണ് പറയുന്നത്. നാലാമത്തെ ഓപ്ഷൻ എന്താണ്? 7th ഷെഡ്യൂൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, വെൽഫെയർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ക്ഷേമരാഷ്ട്രം എവിടെ കണ്ടു കഴിഞ്ഞാലും അത് നമ്മുടെ DPSPനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, DPSP ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് നമ്മുടെ 7ാമത്തെ ഷെഡ്യൂള്? ഞാൻ ഈ ഷെഡ്യൂൾ പഠിക്കാനുള്ള കോഡൊക്കെ ഇതിന് മുമ്പുള്ള വിവിധ വീഡിയോയിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ കാര്യം ഇപ്പോൾ തന്നെ പഠിക്കുക. നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങൾ PSCക്കോ UPSCക്കോ പഠിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കോഡ് പഠിച്ചിരിക്കുക. കാരണം ഷെഡ്യൂളുകൾ ബേസ് ചെയ്തിട്ട് അനേകം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ്ലി ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ 7ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്? അതിലാണ് നമ്മുടെ വിവിധ ലിസ്റ്റുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് 3 ലിസ്റ്റുകളാണുള്ളത്: യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, അതുകൂടാതെ സ്റ്റേറ്റ് ലിസ്റ്റ്. സംസ്ഥാനങ്ങളുടെ അധികാര പരിധിക്കുള്ളിൽ വരുന്ന കാര്യങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നുള്ളത്. യൂണിയൻ, അതായത് നമ്മുടെ കേന്ദ്രത്തിൻ്റെ അധികാരത്തിൽ വരുന്ന കാര്യങ്ങളാണ് യൂണിയൻ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നുള്ളത്. അതുപോലെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും ഒരുപോലെ അവകാശമുള്ള കാര്യങ്ങളാണ് കൺകറൻറ്റ് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള നമ്മുടെ ലിസ്റ്റുകൾ വരുന്നതാണ് 7ാമത്തെ അല്ലെങ്കിൽ 7th ഷെഡ്യൂൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്: കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി. നമുക്ക് നമ്മുടെ DPSP ആയിട്ട് ബന്ധപ്പെട്ട 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിൽ 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ, ഏതെങ്കിലുമൊക്കെ തെറ്റാണോ എന്ന് പരിശോധിക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ദ പ്രിൻസിപ്പിൾസ് സ്പെൽ ഔട്ട് ദ സോഷ്യോ എക്കണോമിക് ഡെമോക്രസി ഇൻ ദ കൺട്രി.
അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തികവും അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടുള്ള ജനാധിപത്യത്തെക്കുറിച്ച് സ്പെൽ ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്ന ഭാഗമാണ് നമ്മുടെ DPSP എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷനിലൂടെ പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് നയിക്കേണ്ട സാമ്പത്തികപരവും സാമൂഹികപരവുമായിട്ടുള്ള ജനാധിപത്യത്തെക്കുറിച്ചാണ്, അതിനെക്കുറിച്ചൊക്കെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ നമുക്ക് തരുന്നതാണ് നമ്മുടെ DPSP എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷനിലൂടെ പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹികപരവും അതുപോലെ തന്നെ എക്കണോമിക്കുമായിട്ടുള്ള ഡെമോക്രസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ DPSPയിലാണ്. അതായത് അതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 39B ആർട്ടിക്കിൾ 39Cയും നമുക്ക് എടുത്തു നോക്കാം. ആർട്ടിക്കിൾ 39Bയും Cയിലും എന്താണ് പറയുന്നത്? നമ്മുടെ ഇടയിലുള്ള ഇന്നീക്വാലിറ്റി ഉണ്ട്, സാമ്പത്തികപരമായിട്ടുള്ള ഇന്നീക്വാലിറ്റി ഒക്കെ കുറയ്ക്കണം. നമ്മുടെ വെൽത്തും അതുപോലെ തന്നെ ഇൻകവും ഇടയിലുള്ള ആ ഒരു ഇന്നീക്വാലിറ്റി ഒക്കെ കുറയ്ക്കണം. അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തെന്ന് പറയുന്നത് ആരെങ്കിലും ഒരാളുടെ കയ്യിൽ കുമിഞ്ഞു കൂടാതെ അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് പോകണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 39Bയിലും Cയിലുമായിട്ടാണ്. അതുപോലെ തന്നെ മറ്റ് പ്രൊവിഷനുകളൊക്കെ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണം, അതുപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിലും നമുക്ക് ജനങ്ങൾക്ക് ഒരു നല്ലൊരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് വേണം. അങ്ങനെയുള്ള പല കാര്യങ്ങളും, നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ DPSPയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ ഇതാണ് പറയുന്നത്: ദ പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദീസ് പ്രിൻസിപ്പിൾസ് ആർ നോട്ട് എൻഫോഴ്സ്ഡ് ബൈ എനി കോർട്ട്. അതായത് നമ്മുടെ DPSPയിൽ പല പ്രൊവിഷൻസുകൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യമൊക്കെ അപ്ഹോൾഡ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട അനേകം പ്രൊവിഷൻസ് നമ്മുടെ DPSPയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളിലൊന്നും നമുക്ക് കോടതി വഴി നമുക്കത് എൻഫോഴ്സ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തില്ല. അതായത് നമുക്ക് കോടതി വഴി ഈ കാര്യങ്ങളൊന്നും നേടിയെടുക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷനിലൂടെ പറയുന്നത്. ശരിയാണോ? ശരിയാണ്. നമുക്ക് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതായത് മൗലിക അവകാശങ്ങളൊക്കെ നമുക്ക് കോടതിയിൽ പോയി നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ DPSP നമ്മുടെ ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും നമുക്ക് കോടതിയിൽ പോയി നമുക്കത് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. അത് നോൺ ജസ്റ്റിഷ്യബിൾ ഇൻ നേച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷനും നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷനും ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്താണ്? നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. ബോത്ത് 1 and 2 ആണ് നമ്മുടെ ഉത്തരം വരിക. ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ നാലാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ ചോദ്യം ഇതാണ്: ദ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ അക്വയർസ് ദ പവർ ടു ലെജിസ്ലേറ്റ് ഓൺ എനി ഐറ്റം ഇൻ ദ സ്റ്റേറ്റ് ലെസ് ഇൻ ദ നാഷണൽ ഇൻട്രസ്റ്റ് ഇഫ് എ റെസൊല്യൂഷൻ ടു ദാറ്റ് എഫക്റ്റ് ഈസ് പാസ്ഡ് ബൈ ദ. അതായത് നമ്മുടെ സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് വരുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് വരുന്ന കാര്യങ്ങളും വേണമെങ്കിൽ നമ്മുടെ പാർലമെൻറ്റിന് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. എപ്പോൾ? നമ്മുടെ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളും മാറ്റം വരുത്തണമെങ്കിൽ നമ്മുടെ കേന്ദ്രത്തിനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. ആ റെസൊല്യൂഷൻ എങ്ങനെ, ആരാണ് പാസ്സാക്കുന്നത് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷനിലൂടെ പറയുന്നത് ലോക്സഭ ബൈ സിമ്പിൾ മെജോറിറ്റി ഓഫ് ഇറ്റ്സ് ടോട്ടൽ മെമ്പർഷിപ്പ്. നമ്മുടെ ലോക്സഭ അതിൻ്റെ സിമ്പിൾ മെജോറിറ്റി, അതായത് നമുക്കറിയാം പലതരത്തിലുള്ള മെജോറിറ്റികളുണ്ട്. സിമ്പിൾ മെജോറിറ്റി, ആബ്സല്യൂട്ട് മെജോറിറ്റി, സ്പെഷ്യൽ മെജോറിറ്റി, അങ്ങനെ വിവിധ തരത്തിലുള്ള മെജോറിറ്റികളുണ്ട്. അങ്ങനെ നമ്മുടെ ലോക്സഭ അതിൻ്റെ ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ സിമ്പിൾ മെജോറിറ്റിയോട് കൂടി പാസ്സാക്കി കഴിഞ്ഞാൽ ആ ഒരു റെസൊല്യൂഷൻ പാസ്സാകുമെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷനിലൂടെ പറയുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷനിലൂടെ പറയുന്നത് ലോക്സഭ ബൈ എ മെജോറിറ്റി ഓഫ് നോട്ട് ലെസ് ദാൻ 2/3 ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ്. അതായത് മുഴുവനുള്ള അംഗങ്ങളുടെ 2/3 ഭാഗവും ലോക്സഭയിൽ അംഗീകാരം നൽകുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കാമെന്നാണ് രണ്ടാമത്തെ ഓപ്ഷനിലൂടെ പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ രാജ്യസഭ ബൈ എ സിമ്പിൾ മെജോറിറ്റി ഓഫ് ഇറ്റ്സ് ടോട്ടൽ മെമ്പർഷിപ്പ്. അതായത് രാജ്യസഭയിലുള്ള മൊത്തം അംഗങ്ങളുടെ ഒരു സിമ്പിൾ മെജോറിറ്റി ഉണ്ടെങ്കിൽ ഇത് പാസ്സാക്കാൻ പറ്റുമെന്നാണ് മൂന്നാമത്തെ ഓപ്ഷനിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നാലാമത്തെ ഓപ്ഷൻ പറയുന്നത് രാജ്യസഭ ബൈ എ മെജോറിറ്റി ഓഫ് നോട്ട് ലെസ് ദാൻ 2/3 ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് പ്രസൻറ്റ് അറ്റ് ദ വോട്ടിംഗ്. അതായത്
നമ്മുടെ രാജ്യസഭയിൽ അന്ന് ആ സമയത്ത് വോട്ട് ചെയ്യാനുള്ള ആൾക്കാരുടെ മൂന്നിൽ രണ്ട് ഭാഗത്തിൽ കുറയാതെ വോട്ട് കിട്ടുകയാണെങ്കിൽ ആ ഒരു റെസൊല്യൂഷൻ പാസ്സാകുമെന്നാണ് നമ്മുടെ 4ാമത്തെ ഓപ്ഷനിലൂടെ നമ്മുടെ അടുത്ത് പറയുന്നത്. നമ്മുടെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? നമ്മുടെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് നമ്മുടെ രാജ്യസഭയാണ്. അങ്ങനെയുള്ള നമ്മുടെ രാജ്യസഭയ്ക്ക് നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനായിട്ട് മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്യണമെങ്കിൽ രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. ആ റെസൊല്യൂഷനിൽ ഈ ഒരു ഡിബേറ്റൊക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വോട്ടിംഗ് നടക്കുന്ന സമയത്ത് അന്ന് അവിടെ എത്ര ആൾക്കാർ പ്രസൻ്റ് ആയിരുന്നോ അതിൻ്റെ 2/3 ഭാഗം മിനിമം 2/3 ഭാഗമെങ്കിലും ആൾക്കാർ അതിനെ അംഗീകരിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് രാജ്യസഭ ബൈ എ മെജോറിറ്റി ഓഫ് നോട്ട് ലെസ് ദാൻ 2/3 ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് ആണ് നമ്മുടെ ഉത്തരം വരിക. ഇനി നമുക്ക് നമ്മുടെ 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 5ാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഒബ്ജക്റ്റീവ് ഈസ് നോട്ട് എംബോഡിഡ് ഇൻ ദ പ്രിയാമബിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് കുറച്ച് ഒബ്ജക്റ്റീവ്സുകൾ തന്നിട്ടുണ്ട് താഴെ. അതിലേത് ഒബ്ജക്റ്റീവാണ് നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ നമ്മുടെ ആമുഖത്തിൽ ഡിസ്കസ് ചെയ്യാത്തത് എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ അടുത്ത് 1ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ലിബർട്ടി ഓഫ് തോട്ടാണ്. 2ാമത്തെ ഓപ്ഷൻ എക്കണോമിക് ലിബർട്ടിയാണ്. 3ാമത്തെ ഓപ്ഷൻ ലിബർട്ടി ഓഫ് എക്സ്പ്രഷനാണ്. 4ാമത്തെ ഓപ്ഷൻ ലിബർട്ടി ഓഫ് ബിലീഫാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ഭരണഘടനയുടെ ആമുഖം അതുപോലെ തന്നെ കാണാതെ പഠിക്കുക. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയാത്ത ഒബ്ജക്റ്റീവ് ഏതാണ്? അത് ഏത് ലിബർട്ടിയാണ്? അത് എക്കണോമിക് ലിബർട്ടിയാണ്. എക്കണോമിക് ലിബർട്ടി നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കൂടി ഞാൻ പറയുകയാണ്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിങ്ങൾ പലതവണ റീഡ് ചെയ്ത് അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അതിൽ നിന്ന് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ചോദ്യങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുവാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളോ വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് പറയുകയും ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.